ഹായ് ഫ്രണ്ട്സ്, സ്നേഹോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. മറ്റൊന്നുമല്ല, ബ്രെഡ് ഓംലെറ്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രെഡ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്താലോ? എന്നാൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ബ്രെഡ് ഓംലെറ്റ് ആണ്. ബ്രെഡ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 4 എഗ്ഗ്, 1 ടൊമാറ്റോ, 2 ഗ്രീൻ ചില്ലി, 1 ഒനിയൻ, 2 പീസ് ബ്രെഡ്, ആവശ്യത്തിന് ചേർക്കാൻ കറിവേപ്പില. നിങ്ങൾക്ക് മല്ലിയിലയാണ് ഇഷ്ടമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കറിവേപ്പിലയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ചേർക്കാൻ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പ് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് എഗ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് 4 എഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ എഗ്ഗും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രെഡ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്ക് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് വെജിറ്റബിൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 2 പീസ് ബ്രെഡ് നമുക്കിതിലേക്ക് ഫസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം തിരിച്ചു വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.